നിന്നെ സഹായിക്കാൻ SP-യോ IG-യോ കുടുംബക്കാരോ ആരുമില്ലേ? ഗൗരി എവിടെ? സംഗതിയൊക്കെ വാസ്തവ. കയ്യും കളവോടെ പിടിച്ചത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച്. ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുകയാന്നാ പറഞ്ഞു. ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈ കഴി. ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പോയിരിക്കുക. വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല. 2 or 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലൊന്നും ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ. എന്താ വിളിച്ചോണ്ട് പോട്ടെ? വാ ഗൗരി. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം. പിന്നെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പറയടി. കേട്ടത് മുഴുവൻ സത്യമാണ്. അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആൺതുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി. 10ാം ക്ലാസ് പാസ്സായി എനിക്ക് ആര് ജോലി തരാൻ? 2-3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല. പക്ഷെ എന്റെ കാര്യത്തിലെന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു. പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്നെ തന്നെ നൽകേണ്ടി വന്നു. അതിന്റെ മുതലാളി എന്നെ നശിപ്പിച്ചു. ആ സാഹചര്യത്തിൽ എനിക്കത് സഹിക്കേണ്ടി വന്നു. വീട്ടിലെ ദാരിദ്ര്യം, ഇല്ലായ്മയുടെ നീണ്ട പട്ടിക, പറമ്പിലെ തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും? എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും? 1 വർഷം കഴിഞ്ഞു. നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി. ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു. എങ്ങും കിട്ടിയില്ല. എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു. ഇന്നുവരെ അമ്മ പറഞ്ഞത് നേരാണ്. ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല. ഒരു കാലത്ത് ഭരതേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു. അതിനുവേണ്ടി ഭരതേട്ടനോട് വളരെ മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു. എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും. ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത്. അതൊരു ദുസ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കട്ടെ. നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് നിന്നോട് ഒരു അക്ഷരം പോലും സംസാരിച്ചു പോരുന്നു. നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ആര് ചോദിച്ചാലും നീ ധൈര്യമായിട്ട് പറഞ്ഞു, നീ ഭരതന്റെ പെണ്ണാണ്. ഇല്ല ഇല്ല, അത് പറയാൻ എനിക്കാവില്ല. ഭരതേട്ടനെ ഞാൻ വഞ്ചിച്ചു. ഇനി ഒരിക്കലും ഭരതേട്ടനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഗൗരി, കാലത്തിനെല്ലാം മായ്ക്കുവാനുള്ള ശക്തിയുണ്ട്. കഴിഞ്ഞതൊക്കെ താനേ നീ മറന്നോളൂ. എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ച് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല. ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം. ഞാൻ പറയുന്ന അനുസരിക്കണം.
മറുത്തൊന്നും പറയരുത്. നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ. സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല, ഇനി ഒരിക്കലും. പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏത് അമ്പലത്തിൽ വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാവും. അത് ഞാൻ വീണ്ടും പറയും. ഭരതനിൽ ഞാൻ ആദ്യം കണ്ടത് ഒരു ചട്ടമ്പിയെയാണ്, പിന്നെ ഒരു തന്റേടിയെ കണ്ടു, ഇപ്പോ ഒരു മനുഷ്യനെ. കേൾക്കുന്നവർ ചിലപ്പോൾ ഭരതനെ പുച്ഛിച്ചെന്നിരിക്കും. ഏതായാലും അക്കൂട്ടത്തിൽ ഞാൻ പെടില്ല. വലിയ മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? ഗൗരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയായിരുന്നു ഞാൻ. അതിലും നല്ലൊരു കാര്യം കേട്ടപ്പോ മനസ്സിനൊരു സുഖം. എന്താ ഭായി നല്ല കാര്യം എന്ന് പറഞ്ഞു? പാലക്കാട് ഓൾ ഇന്ത്യ എക്സിബിഷന് നമ്മുടെ കൊട്ടേഷൻ ഉറച്ചെന്ന് കേട്ടു. അതിന്റെ ആളുകളെ കാണാൻ ഇറങ്ങുകയായിരുന്നു. കൂട്ടത്തിൽ റാണിയെ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം. അവൾക്ക് എന്തോ ഒരു പല്ലുവേദന. ഞാനിന്ന് വൈകിട്ട് വനജയുടെ വീട് വരെ ഒന്ന് പോകും. പോടോ, ധൈര്യമായിട്ട് പോ. ചെല്ല്. ജെയിംസേ, മരണക്കിണർ കാണാൻ കണ്ടമാനം ആള് കൂടിയിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെല്ല്. എനിക്ക് വയ്യ, കാലിന് തീരെ സുഖമില്ല. ഭരതനുമില്ല. നീ ഒന്ന് ചെല്ല് ജെയിംസേ. വയ്യായിട്ടല്ലേ പറഞ്ഞത്? അവനവന്റെ കാലിന് വലുതല്ലോ ജോലി. നിനക്ക് ഈയിടെയായി കാലുവേദന ഇത്തിരി കൂടുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭരതൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ കാല് പിടിക്കുമെന്ന്. നീ പോടാവില്ലേ? മരണക്കിണർ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3-4 വർഷമായി ബൈക്ക് ഓടിച്ചിട്ട് എന്ന് വെച്ച അണ്ണ മരം കയറുന്ന മറക്കുന്നു. ഒരുത്തനില്ലെങ്കിൽ ഇത് കൊണ്ടു നടത്താൻ എനിക്കറിയാം. വേണ്ട, നിങ്ങൾ ഓടിക്കണ്ട. ഇന്നൊരു ദിവസം മരണക്കിണറില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. എനിക്ക് വയ്യ ഇവന്റെയൊക്കെ പോസും കണ്ടോണ്ടുന്ന ആളുകൾ ആട്ടുന്നുപ്പ് കേൾക്കാൻ. വേണ്ട, നിങ്ങൾ ഓടിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ നിന്റെ പണി നോക്ക്. വേണ്ട, അയ്യോ പോകരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഭരതനല്ല, ഭാര്യ ഓടിക്കുന്നത്. മനസ്സിലായി. രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവണം. എങ്കിലേ നമ്മൾ ജീവനോടെ ഇരിക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
എന്താ ലോബോ? ഇനി ഇവിടെ കളിയില്ലെന്നാ പറഞ്ഞത്. അടുത്ത കളി പാലക്കാട്ടാണെന്ന്. റാണി എവിടെ? ഭായി മരിച്ച ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തതാ. ഇതുവരെ ഭേദമായിട്ടില്ലെന്നാ ജെയിംസ് പറഞ്ഞത്. ഇപ്പോഴും നല്ല പനിയുണ്ടെന്ന്. ഏത് ഹോസ്പിറ്റലാ? അതിനോട് പറഞ്ഞില്ല സർ. അതൊന്ന് അന്വേഷിച്ചറിയണം, എന്നിട്ട് എന്നോട് പറയണം. ഞാനും അതാ പറഞ്ഞു വരുന്നത്. കത്ത് കിട്ടിയത് ഭാഗ്യമായി. നിർത്തടാ. ഭർത്താവ് മരിച്ച് രണ്ടാം പക്കം തന്നെ നീ കാമുകന്മാരുടെ എണ്ണം കൂട്ടിയല്ലേടി? ഈ ലോകത്ത് വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഞാൻ പറയുമടാ നീയാണ് ഭായിയെ കൊന്നൊന്ന്. ഇറങ്ങി പോടാ പുറത്ത്. മിണ്ടല്ലടാ. നിയമം നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കൂടാ, നീ നോക്കി വെച്ചോ. കൊള്ള കാഫറെ. ഇവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. സാരമില്ല, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത്രയും കാലം വായി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം. ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത്? ഏതായാലും അതൊരു അപകട മരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചീട്ടും നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പോടാ, എനിക്ക് ശരിക്കും മടുത്തിട്ടാ. ഇനിയിപ്പോ പലതും മടുക്കും. മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. 2 ദിവസം കഴിയട്ടെ, പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. കല്യാണം. ഇനി പലതും തോന്നും. അങ്ങനെ 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. പടിചെടി കിടന്നിട്ട് 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് 1ാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ പോവാ. ഞാൻ പോയിട്ട് വരാം. ആറ് മാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല. അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഭരതൻ തീർച്ചയായിട്ടും വരും മോളെ. മോള് വിഷമിക്കണ്ട. കാണാമെന്ന് കരുതി കാത്തിരുന്നു ഇത്രയും നേരം. പാവം.